ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയാ ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ, സ്വീകരിക്കണമേ പ്രഭു. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 71 സങ്കീർത്തനം അതിൻ്റെ 16 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവർത്തികളോട് കൂടെ വരും, നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഇന്ന് വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചുമിരിക്കുന്നു. തിരുവചനം എത്ര മനോഹര ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവർത്തികളോട് കൂടെ വരുന്ന വചനം. ഇനി വീര്യപ്രവർത്തികളുടെ നാളുകളാണ് ദൈവമക്കളെ. കർത്താവിൻ്റെ വീര്യപ്രവർത്തി കാണുവാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുതമേറിയ സാക്ഷിക്ക് ദൈവം ഒരുക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് വിശ്വസിക്കുന്ന മക്കൾക്കുള്ളതാ. വിശ്വസിക്കുന്ന ദൈവമഹത്വം കാണും. ഹല്ലേലൂയ. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. അത് മതിയല്ലോ. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. അത്ര മതി. കീർത്തിക്കാൻ ഇനി എന്താ ഉള്ളത്? ദൈവത്തിൻ്റെ ആ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. ആ ഒരു സത്യം അറിഞ്ഞങ്ങ് പോയാൽ ദൈവമക്കളെ, നമ്മളെ കർത്താവ് തള്ളിക്കളയുമോ, ഉപേക്ഷിക്കുമോ? നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു പ്രയാസം നേരിടുമ്പോൾ നമ്മളെ കൈവിട്ടിട്ട് പോവുമോ? കണ്ണുനീരോടുകൂടി ഇന്ന് ഈ ശുശ്രൂഷയിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിബലം പ്രാപിക്കുക. തമ്പുരാൻ നമുക്ക് വേണ്ടി ഉത്തരം തരും. ദൈവമേ, എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഇന്നു വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവർത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി ഇന്നു വരെ, ഇന്നും സാക്ഷ്യം പറഞ്ഞില്ലേ? ഇന്നും കിട്ടിയ ഉപകാരങ്ങളെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഉപകാരങ്ങളൊക്കെ എത്ര വലുതാ. നമ്മളെ സഭയുടെ മുമ്പിൽ എത്ര പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഇന്ന് നമുക്ക് ആരുടെയെങ്കിലും അടുക്കിൽ നിന്നൊരു അല്പസമയം സംസാരിക്കാൻ ഇടയായാൽ അപ്പോഴും യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച വീര്യപ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നേ. ഇത് പറയുന്നവരും അനുഗ്രഹം പ്രാപിക്കും, കേൾക്കുന്നവരും അനുഗ്രഹം പ്രാപിക്കും. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ, തിരുവചനത്തിലെ അത്ഭുത രഹസ്യങ്ങൾ കാണുവാൻ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവെ, എത്ര പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ നടുവിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇന്ന് വരെ ദൈവം നടത്തിയ നന്മകളെക്കുറിച്ച് സാക്ഷ്യം പറയുകയും ദൈവത്തിൻ്റെ അത്ഭുതമേറിയ വീര്യപ്രവർത്തികളെ വർണ്ണിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇരട്ടി പങ്ക് കൃപയോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഇടയാക്കണേ. ദൈവത്തിൻ്റെ സന്നിധി ആ വീര്യപ്രവർത്തികൾ തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് കണ്ടും കേട്ടും സാക്ഷ്യം പറയുവാൻ അനേകരോട് കർത്താവേ, ഈ ദൈവം എനിക്ക് വലിയവ ചെയ്തെന്ന് പറയുവാൻ നിന്റെ മക്കളെ ദൈവം സഹായിക്കണമേ. അതേ കർത്താവെ, വിശ്വസിക്കുന്ന മക്കളെ ദൈവം ഒരുക്കിയിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഈ ഒരു അത്ഭുത പ്രവൃത്തി എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയ്ക്കകത്ത്, എൻ്റെ അയൽവാസികളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു വലിയ വീര്യപ്രവൃത്തി നടക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല സാക്ഷ്യത്തിന് എൻ്റെ മക്കളെ ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ അനേകരോട് പറയേണ്ടതിന് കർത്താവേ, നിൻ്റെ മക്കൾ നാളുകളായി ദൈവസന്നിധി വെച്ച വിഷയത്തെ കർത്താവ് ഒന്ന് തൊട്ടനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.